ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മരണത്തിരുന്നാൾ, അതായത് സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണല്ലോ. ഈ സുദിനത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. രണ്ട്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം. ഈ രണ്ട് സുദിനങ്ങളുടെയും ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കേവർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ രണ്ട് ദിനങ്ങളും ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ചിന്തകളാണ് നൽകുന്നത്. ആദ്യമായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മരണത്തിരുനാളിനെ കുറിച്ച് ചിന്തിക്കാം. 1950 വരെ 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗാരോപിതയായി പ്രഖ്യാപിക്കുന്നത് വരെ മറിയത്തിൻ്റെ മരണത്തിരുനാൾ ആചരിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം, അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം, ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളായിട്ട് മരണത്തിരുനാളിനെ നമ്മൾ കാണുകയാണ്. മാതാവിൻ്റെ മരണത്തെ സഭ വിശേഷിപ്പിക്കുന്നത് മാതാവിൻ്റെ ഉറക്കം എന്നാണ്. കാരണം മാതാവ് സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടെന്നും ശിഷ്യന്മാർക്ക് അത് വ്യക്തമായി അടയാളമായി തൻ്റെ നീല ഉത്തരീയം തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. മറ്റൊരു പാരമ്പര്യം കൂടി പറയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് 2 മംഗളവാർത്ത സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈശോയെ ഉദരത്തിൽ വഹിക്കുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകുമെന്ന ഗബ്രിയേൽ ദൂതൻ്റെ മംഗളവാർത്ത. രണ്ടാമത്തെ മംഗളവാർത്ത മാതാവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പായിട്ടാണെന്ന് പാരമ്പര്യം പറയുന്നു. അതും ഇതുപോലെ തന്നെ ഗബ്രിയേൽ ദൂതൻ തന്നെയാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറയുന്നു, നീ സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി, നിൻ്റെ തിരുക്കുമാരൻ നിന്നെ സ്വർഗത്തിലേക്ക് സംവഹിക്കുവാനായിട്ട് വരും. പരിശുദ്ധ കന്യകാമറിയം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ മംഗളവാർത്ത സ്വീകരിച്ചത്. കാരണം തൻ്റെ മകൻ തന്നെ സ്വീകരിക്കാനായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരും എന്നുള്ള വാർത്ത ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദം പകരുന്ന അനുഭവമാണ്. മകൻ്റെ അടുത്തേക്ക് അമ്മയെ കൊണ്ടുപോകുന്ന അനുഭവം. സ്നേഹമുള്ളവരെ, ഈ 2 മംഗളവാർത്തകളും സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യന്തം ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിച്ചവളായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്വർഗീയമായ അനുഭവത്തിലേക്കുള്ള പ്രവേശനം വളരെ സുഗമമായി നടന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയുക. നമുക്കറിയാം, മരണഭയം എല്ലാവരെയും തീണ്ടുന്ന ഒരു കാര്യമാണ്. പല കാരണങ്ങളാലാണ് മരണഭയം ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകാനുള്ള മനുഷ്യൻ്റെ വൈമനസ്യം, താൻ സമ്പാദിച്ചതും താൻ നേടിയതുമൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള വൈമനസ്യം. 2, മരണം എന്ന വേദനാജനകമായ അനുഭവത്തെ അഭിമുഖീകരിക്കാനായുള്ള ബുദ്ധിമുട്ട്. 3, താൻ ചെയ്തു കൂട്ടിയ ഈ ലോകത്തിലെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുവാൻ കഴിയുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഭയം. 4-മതായിട്ട് തോന്നാവുന്നത്, മരണത്തിന് ശേഷം എന്തായിരിക്കും ജീവിതം? നരകമോ സ്വർഗമോ? നരകത്തിലാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നൊക്കെയുള്ളൊരു ഭയം.
ഇപ്രകാരം പലതരത്തിലുള്ള ഭയങ്ങൾ മനുഷ്യനെ മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഭയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ നേട്ടം. കാരണം അമ്മ എപ്പോഴും പാപരഹിതയായി ജീവിച്ച വ്യക്തിയാണ്. തൻ്റെ തിരുക്കുമാരനോട് ചേർന്ന് ചിന്തിച്ച് ജീവിതം സമർപ്പിച്ചവളാണ്. തൻ്റെ തിരുക്കുമാരൻ തന്നെ സ്വീകരിക്കാൻ വരും എന്നുള്ള വാർത്ത കേട്ടുമ്പോൾ അതുകൊണ്ട് ആനന്ദവതിയായിത്തീരുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചിന്തയും അതുതന്നെയാണ്. ഈ ലോകത്തിൽ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ തീർച്ചയായും ദൈവം നമ്മളെ രണ്ട് കൈയും നീട്ടി നമ്മുടെ മരണസമയത്ത് സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വളരുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ പ്രചോദനം നൽകുകയാണ്. ആ ഒരു ജീവിത ശൈലി നമുക്ക് സ്വീകരിക്കാൻ പരിശ്രമിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗീയമായ അനുഭവം. ഈ ലോകത്തിൽ ആരംഭിക്കുന്ന ആ സ്വർഗീയമായ ജീവിതം വരാനിരിക്കുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അത് പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ്. അതുകൊണ്ട് അമ്മ നൽകുന്ന, പ്രത്യേകിച്ചും സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ അമ്മ നൽകുന്ന ഈ വിചിന്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാൻ പരിശ്രമിക്കാം. എപ്പോഴും ദൈവഹിതത്തിന് കാതുകൊടുത്തുകൊണ്ട്, ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരാഗ്രഹം നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ആഗ്രഹങ്ങളാണ് നമ്മളെ നന്മകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതും പ്രചോദനം നൽകുന്നതും. അതുകൊണ്ട് നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സ് നിറച്ച് അമ്മയെപ്പോലെ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. രണ്ടാമതായി, നമുക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണല്ലോ ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയേക്കാം എല്ലാം സ്വതന്ത്രമായി അനുഭവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരമാണ് എന്ന്. എന്നാൽ ഞാൻ ഈ അവസരത്തിൽ ഒരു സിനിമയിലെ ഒരു കഥ ഓർമ്മിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട ഒരു സിനിമയാണ് തനിയാവർത്തനം എന്നൊരു സിനിമ. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഒരു അധ്യാപകനാണ്. അദ്ദേഹം സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കഥയുണ്ട്. അതായത്, ഒരു കൊച്ചുകുട്ടി ഭൂമിയിൽ നിന്ന് പട്ടം പറപ്പിക്കുന്നു. പട്ടം ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് പോകുന്നതനുസരിച്ച് കുട്ടി താഴെ നിന്ന് നൂലയച്ചയച്ച് കൊടുക്കുകയാണ്. നൂലയച്ചയച്ച് കൊടുക്കുന്നതനുസരിച്ച് പട്ടം മുകളിലേക്ക് ഉയർന്ന് പറക്കുകയാണ്. അങ്ങനെ ഉയരങ്ങളിലെത്തിയ പട്ടം നോക്കുമ്പോൾ ഒരു പക്ഷി വാനമേഘങ്ങളിൽ ഇങ്ങനെ പറന്ന് ഉല്ലസിച്ച് നടക്കുന്നു. പക്ഷി ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കുന്നത് കണ്ടപ്പോൾ പക്ഷിയോട് പറഞ്ഞു, നീ എത്രയോ ഭാഗ്യവതിയാണ്. അപ്പോൾ പക്ഷി ചോദിച്ചു, അതെന്താണ്? നിനക്ക് സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാമല്ലോ. നീ താഴേക്ക് നോക്കിക്കേ, ഒരു കുട്ടി എന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ്, എന്നെ ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് നിന്നെപ്പോലെ നടക്കാൻ പറ്റാത്തത്. അപ്പോൾ പക്ഷി പറഞ്ഞു, അങ്ങനെയല്ല, ആ കുട്ടി നിന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇത്രയും ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കുന്നത്. പക്ഷേ പട്ടം പറഞ്ഞു, നിനക്കെന്നോട് അസൂയുള്ളത് കൊണ്ട് നീ പറയുന്നതാണ്. നിനക്കെന്നോട് അല്പം സഹായമായ മനസ്സുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ചുണ്ടുകൊണ്ട് എൻ്റെ ഈ നൂലൊന്ന് പൊട്ടിച്ച് തരിക. പട്ടത്തിൻ്റെ നിർബന്ധപ്രകാരം പക്ഷി ആ നൂല് പൊട്ടിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ നൂലിൻ്റെ ബന്ധം അറ്റുകഴിഞ്ഞപ്പോൾ പട്ടം തലയും കുത്തി താഴേക്ക് വീണു. മനോഹരമായ ഒരു കഥയാണിത്. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സ്വതന്ത്രമായ ജീവിതം എന്നാണ്. എന്നാൽ ഈ കഥ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് നിയന്ത്രണ വിധേയമായ ജീവിതമാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നമുക്കറിയാം, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി. ഇപ്പോഴും പല മേഖലകളിലും നമ്മൾ
സ്വതന്ത്രരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള വളർച്ചയെ സഹായിക്കുന്ന ഘടകമാണ് എന്ന് ഈ കഥ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ് ദൈവിക നിയമങ്ങളും മനുഷ്യ നിയമങ്ങളുമൊക്കെ പാലിക്കുവാൻ. അതുകൊണ്ട് നിയമങ്ങളൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനുള്ളതുമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പലപ്പോഴും പല നിയമങ്ങളും മനുഷ്യനെ കൂടുതൽ ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകാത്ത പല നിയമങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക്, അതായത് മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമല്ലാതാക്കുന്ന നിയമങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് സഹായകമാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ പ്രായോഗികമാകുവാനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. അത്തരത്തിലുള്ള നിയമസംഹിതകൾ രൂപവൽക്കരിക്കപ്പെടുവാൻ നമ്മുടെ മേലധികാരികൾക്ക്, സർക്കാരുകൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ മനുഷ്യകുലം മുഴുവനും ദൈവിക പദ്ധതി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടെ ചിന്തിക്കുവാനും ഉയരങ്ങളിലേക്ക് ഉയരത്തക്ക രീതിയിലുള്ള നിയന്ത്രണ വിധേയമായ ജീവിതം നയിക്കുവാനും പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു നല്ല നാളുകൾ സംജാതമാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രാർത്ഥിക്കാം. മുമ്പോട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ച, സ്വതന്ത്രമായ ഭാരതത്തിൻ്റെ വളർച്ച ദൈവിക പദ്ധതി അനുസരിച്ചായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗോന്മുഖമായ ജീവിതം നയിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് ഉയരുവാനുള്ള ദൈവം അനുവദിക്കുന്ന അവസരത്തിൽ ഉയരങ്ങളിലേക്ക് ഉയരുവാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ കണ്ടെത്തുവാനും ആ ഉയരങ്ങളിലേക്ക് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാത്തിനെയും നോക്കിക്കാണുവാനായിട്ടും നമുക്ക് കഴിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.